എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഹോസ്റ്റലിൽ ചിലവഴിച്ച ഒരു ദിവസത്തെ പറ്റിയാണ്. നമ്മൾ ഇന്നൊരു 7:30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. സാധാരണ ക്ലാസ്സില്ലാത്തൊരു ദിവസം 8 to 8:30 ഞാൻ എഴുന്നേക്കാറ്. ഇന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയായിട്ട് വീട്ടിൽ നല്ല ഇൻസ്ട്രക്ഷനോടെ നേരത്തെ എഴുന്നേക്കണം. കാരണം ഞാൻ ഉച്ചയ്ക്ക് നല്ലോണം കിടന്ന് ഉറങ്ങുന്ന വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കും കുറേ ടൈം പോവും, രാവിലെയും പോവും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുരുതരമായ ഒരു പരിക്ക് ഒഴിവാക്കുന്നതിന് ഇതാ നല്ലതെന്ന് തോന്നി. അപ്പോൾ പിന്നെ അത് ഫോളോ ചെയ്യാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ, സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതിന് ശേഷം നമ്മൾ ബെഡൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ബെഡും നമ്മളൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഡേ ഒന്ന് പോസിറ്റീവായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ശേഷം നമ്മൾ പുറത്ത് പോയി കുറച്ച് തുണിയൊക്കെ എടുത്ത് അകത്തിടാറുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര വിശാലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കഴിക്കാറില്ല. ആദ്യം നമ്മളൊരു തേയില വെള്ളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തേയില വെള്ളവും ചീനി ചിപ്സും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചായയിലാണ് അന്നത്തെ ദിവസം ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ. കാരണം ചായ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു എനർജി വരും. പിന്നെ ഇവിടെ പാല് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ തേയിലവെള്ളത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും രാവിലെ കാപ്പി ചായ എന്തെങ്കിലും കുടിക്കുക. അപ്പോൾ കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള വൈബ് എനിക്ക് കിട്ടാറുണ്ട്. അതിനുശേഷം നമ്മൾ മെയിൻ പരിപാടിയായിട്ടുള്ള പഠിത്തത്തിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ പരിപാടി അതാണല്ലോ ഹോസ്റ്റലിൽ വന്നതിൻ്റെ. അപ്പം അതിലേക്ക് കടന്നു. തലേ ദിവസത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് പിറ്റേ ദിവസം ഇരുന്ന് പഠിക്കലാണ് മെയിൻ പരിപാടി. മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നോക്കും. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം പോലെ ഇരിക്കും കംപ്ലീറ്റ് ചെയ്യൽ. ചിലപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ചില സമയം നമുക്ക് ഹാഫൊക്കെ പറ്റും. കാരണം നമ്മുടെ ഒരു മൂഡ് പോലെ ഇരിക്കും. രാവിലെ തന്നെ പഠിക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലോട്ട് അബ്സോർബ് ആയിക്കോളും. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ഉടനെ ചെയ്യുന്ന കാര്യമാണ് സ്റ്റഡിങ്. കുറച്ച് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള പേജസ് നോക്കണം. തീരാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും. തീരാറായല്ലോ, ആ പോർഷൻ തീർന്നല്ലോ എന്നുള്ളത്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കിട്ടിയത് നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, ചോറ് വെക്കണ്ടേ. അപ്പോൾ ചോറ് വെക്കാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കള വന്നപ്പോഴാണ് വീണ്ടും ട്വിസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പാത്രം കഴുകി വെച്ചിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഹോസ്റ്റലിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രി ഞാൻ പാത്രം കഴുകത്തില്ല. കാരണം ഡിന്നർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ പാത്രം കഴുകാറ്. അപ്പോൾ ഒരു 7:30, ചിലപ്പോൾ നേരത്തെ കഴിക്കുകയാണെങ്കിൽ 7:30 ആവും. ലേറ്റായിട്ട് എല്ലാവരും കഴിച്ചിട്ട് വരുന്നെങ്കിൽ ഒരു 10:30 ഒക്കെ ആവും. അപ്പോൾ പിന്നെ ആരും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് ഇറങ്ങി കഴുകിയില്ല. പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു. അപ്പോഴങ്ങനെ മാറ്റി വെച്ചു. പക്ഷേ പിറ്റേ ദിവസം അത് അഡീഷണൽ പണിയായി. നമുക്ക് കുറേ ടൈം അങ്ങനെ അങ്ങ് വേസ്റ്റായി. അപ്പം ഈ പാത്രങ്ങൾ കഴിയാൻ മാത്രമേ നമുക്ക് അന്നത്തെ ദിവസത്തെ ഫുഡ് വെക്കാൻ പറ്റും. കാരണം ലിമിറ്റഡ് പാത്രങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ പാത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മുടെ ഫുഡ് പ്രിപ്പറേഷനാണ്. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് സോയാബീൻസിൻ്റെ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയ എടുത്തിട്ട് കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ചോറ് വേവുന്ന ടൈം കൊണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കറിക്ക് വേണ്ടി സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോയാബീൻസ് കുതിരുന്ന ടൈം കൊണ്ട് നമുക്കൊരു അച്ചാർ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം തലേ ദിവസം ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു മാവുണ്ട്. അതിന് കുറേ മാങ്ങ ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നു. അതിനൊരു വലിയ സൈസ് മാങ്ങ നോക്കിയിട്ട് ഞങ്ങൾ 3-4 എണ്ണം എടുത്ത് മാറ്റി വെച്ചു. അതിൽ നിന്ന് കുറച്ച് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോൾ ഒരാഴ്ച അങ്ങനെ ഓടി പോവുമല്ലോ. അച്ചാറാണ് നമ്മുടെ ഹോസ്റ്റലിലെ മെയിൻ താരം. കാരണം എന്താ വെച്ചാൽ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിന് തോരനോ ചമ്മന്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരാഴ്ചയും ഓടിപ്പോയിക്കോളും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അച്ചാറൊന്നും സ്റ്റോക്കില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ച നമുക്ക് ഈസി ആയിട്ട് ഓടി പോകാനായിട്ട് പറ്റും. ആദ്യം നല്ല ക്യൂബ് രസമായിട്ട് അച്ചാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല ക്യൂബ് പോലെ അരിഞ്ഞു. പക്ഷെ കുറേ കഴിഞ്ഞപ്പം ക്ഷമയുടെ നെല്ലിപ്പലകി അങ്ങ് തെറ്റി. പിന്നെ വലിയ ക്യൂബായി. എങ്ങനെയെങ്കിലും ആണ് തീർത്താൽ മതി എന്നായി. അതിനുശേഷം നമ്മൾ അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി മാറ്റി വെച്ചു. കാരണം അച്ചാർ വെക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ സോയാബീൻസിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ അരിഞ്ഞ് മാറ്റി വെക്കുകയാണ്. കാരണം പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറി വെച്ച് നമുക്ക് അത്രയും ടൈം അങ്ങ് സേവ് ചെയ്യാം. സോയാബീൻസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി. അതുകൊണ്ട് അത് പെട്ടെന്ന് ഞാൻ എന്തായാലും വെക്കും. സവോള ജസ്റ്റ് പെട്ടെന്ന് തീരുമല്ലോ. സവോള കട്ട് ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ് തീർന്നോളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തിട്ട് സോയ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് ഒരു 2 പ്രാവശ്യമെങ്കിലും വെള്ളം ചേർത്തിട്ട് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെക്കുക. അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ചെവ പോലെ വരും നമുക്ക് കറി വെക്കുമ്പോൾ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പ്രാവശ്യം നമ്മളിങ്ങനെ ഞെവിടി ഊറ്റി മാറ്റി വെക്കുക. കട്ടിങ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് കിച്ചൺ സ്ലാബ് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇരുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറി വെക്കുന്ന തിരക്കിലാണ്. പെട്ടെന്ന് കറി വെച്ച് എണ്ണ കടുക് പൊട്ടിക്കുക, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, കുരുമുളക് പൊടി, സോയാബീൻ ഇടുന്നു, അടച്ചു വെക്കുന്നു. 5 മിനിറ്റിനുള്ളിൽ അത് റെഡിയാണ്. പെട്ടെന്ന് ഈ സംഭവം ശരിയായി കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അച്ചാറും പ്രിപ്പയർ ചെയ്തെടുത്തു. അങ്ങനെ ആ ദിവസത്തെ 2 കറി നമ്മൾ പെട്ടെന്ന് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ അപ്പം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി വെച്ചു.
പിന്നെ വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു, തിളപ്പിച്ച് മാറ്റി വെച്ചു. ഇതാകുമ്പോൾ പിന്നെ ഉറക്കം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ചൂടൊക്കെ പോയി കിട്ടും. പിന്നെ കുപ്പി നിറച്ചാൽ മതിയല്ലോ, സിമ്പിൾ പരിപാടി. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കാണുന്നത്. പിന്നെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ വേറൊന്നുമല്ല, അച്ചാറിന് നല്ല എരി ഉണ്ടായിരുന്നു, അതാണ്. പിന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് കടന്നു. ഉറക്കമൊക്കെ എണീറ്റതിന് ശേഷം നമ്മൾ പിന്നെ ഫേസ് പാക്ക്, നമ്മുടെ സ്കിൻ കെയർ അത് മറക്കരുത്, നമ്മൾ സ്കിൻ കെയർ ആണ്. പിന്നെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടു. ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് ഗോതമ്പാണ്. ഗോതമ്പും കുറച്ച് പച്ചവെള്ളം കൊണ്ട് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാണ്. പല ഫേസ് പാക്കുകളൂടെ പരീക്ഷിക്കാറുണ്ട്. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഇട്ടത് ഗോതമ്പായതുകൊണ്ട് ഗോതമ്പ് എടുത്ത് അപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ ഹെയറൊക്കെ നല്ല ഓയിൽ ചെയ്യാനുണ്ടായിരുന്നു, കാരണം ഇന്ന് ഹെയർ വാഷിംഗ് ഡേ ആണ്, ക്ലാസ്സില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം ഈ ചൂടത്ത് സ്കിന്നും ഹെയറും ശ്രദ്ധിക്കേണ്ട ആവശ്യം നല്ലപോലെ ഉണ്ട്. അപ്പം ഹെയറൊക്കെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നാണ് ഓർത്ത് ഇന്ന് ഹെയർ പാക്ക് ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം സാധാരണ ലീവുള്ള ദിവസമാകുമ്പോൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ചെമ്പരത്തിയുണ്ട്, അതിൽ നിന്ന് പോയി പറിച്ചിട്ട് വന്നിട്ട് അതാണ് ചെയ്യാറ്. പിന്നെ ഇത് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഹോസ്റ്റലിൻ്റെ പുറത്തോട്ടേ ഇറങ്ങാറില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹെയർ പാക്ക് അങ്ങ് സ്കിപ്പ് ചെയ്തു. സോ നമ്മൾ ഓയിലിങ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് നമുക്ക് ഇതുപോലെ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ദിവസം മാക്സിമം മുതലാക്കുക. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് ഹെയർ പാക്ക് ഇല്ലാത്തൊരു ഡേ ആണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ കുളിച്ച് റെഡിയായി വരാം. കുളിച്ച് വന്നതിന് ശേഷം നമ്മൾ തുണിയൊക്കെ നോട്ടിട്ടു. അതിനുശേഷം കുറച്ച് നേരം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടതിന് ശേഷം 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ പഠിക്കാൻ വേണ്ടി പോയി. സോ കുറച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അമ്മ പിന്നെ നല്ല കമ്പനിയൊന്നും ഇരുന്നോളൂ, അപ്പോൾ കുറേ ടൈം നമ്മൾ സംസാരിച്ചുകൊണ്ടേ അങ്ങിരിക്കും. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് റൂം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോയി. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. താങ്ക്